അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മക്കൾക്ക് സുഖമാണ്. ഇന്ന് ജോലി കഴിഞ്ഞ് കുറച്ച് താമസിച്ച് ഇന്ന് വീഡിയോ ഇടായി. ഇലയൊക്കെ കൊഴിഞ്ഞതാ, കൊട്ട വെയിലായി. ഇനിയിപ്പോൾ മോളെ മദ്രസ ഇവിടെ പഠിപ്പിച്ചിട്ട് അവിടെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കാമെന്ന് ഉസ്താദ് പറഞ്ഞു. ഇനി ആ വീട് ഒഴിയണം. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ സന്തോഷം. പുതിയ വീടൊക്കെ ആയി, സാധനങ്ങളെല്ലാം കിട്ടി. അതിനും അൽഹംദുലില്ലാ പറയുന്നുണ്ട്. വീട്ടു സാധനങ്ങൾ കിട്ടി, പാത്രങ്ങൾ കിട്ടി. എല്ലാവരും ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ സപ്പോർട്ടിന് ആരുമില്ല എന്നൊരു ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഒരുപാട് പേര് കോണ്ടാക്റ്റ് ചെയ്ത്. എൻ്റെ യൂട്യൂബേഴ്സ് ആരും വന്നിട്ടില്ല. പിന്നെ എൻ്റെ ബന്ധുക്കൾ നാട്ടുകാർ എല്ലാവരും വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ്റെ കാര്യമല്ലേ, ചിലപ്പോൾ വയ്യായ്മ വരും. നമുക്ക് ഒന്നിനും ഒരു ഉറപ്പ് പറയാൻ പറ്റൂലല്ലോ. നല്ല വെയിലായി. ഇനിയിപ്പോൾ മദ്രസ ഫെബ്രുവരിയിൽ എക്സാം ആയാൽ മദ്രസ ഫെബ്രുവരിയിൽ തന്നെ അടയ്ക്കും. മാർച്ചിൽ നമുക്ക് റമദാനാണ്. പിന്നെ വിശേഷങ്ങൾ അൽഹംദുലില്ലാ അങ്ങനെ സന്തോഷം. ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ വീട് ചെറിയ വീടാണെങ്കിൽ അൽഹംദുലില്ലാ നല്ല ബർക്കത്തുണ്ട്. കൈയൊക്കെ പൊള്ളണ്. കാരണം എന്ന് വെച്ചാൽ വെയിൽ അതികഠിനം. ഇനി വീട്ടിൽ ചെന്നിട്ട് അതൊക്കെ വൃത്തിയാക്കുന്നുള്ളൂ. ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സാണ് ഇട്ടിട്ട് പോണത്. പിന്നെ വിശേഷങ്ങൾ എന്താണ്? വിള നോക്ക്. പിന്നെ ബാപ്പായൊക്കെ ഭയങ്കര സന്തോഷത്തിരിക്കുന്നു. കാരണം മോള് വീടിൻ്റെ അടുത്ത് വന്നല്ലോ. പിന്നെ കുറേ പേര് ചോദിച്ചു ഏണിങ്സ് ഒന്നും കിട്ടാറായില്ല. പിന്നെ അറിയാമല്ലോ യൂട്യൂബിൽ എനിക്കിപ്പോൾ അഹങ്കാരമൊന്നും വരേണ്ട കാര്യമില്ല. ചിലവർ പറയും അതിൻ്റെയൊന്നും ആവശ്യം എനിക്കില്ല, വന്ന വഴി മറക്കാൻ എനിക്ക് പറ്റൂല. ഇതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടിയാലും ഒരു വിഹിതം എന്നെപ്പോലെ രോഗം അല്ലെങ്കിൽ എന്നെപ്പോലെ അനുഭവിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണം. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഞാൻ പട്ടിണിയാണ്. മലപ്പുറത്ത് നിന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പട്ടിണിയാണ്, നിലമ്പൂരാണ് സ്ഥലം, മലപ്പുറം. എന്തൊരു പോത്ത് പറയാമോ, എനിക്ക് ഫുഡ് കഴിക്കാനില്ല, ഭർത്താവുണ്ട് ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ്. അപ്പം നമുക്ക് അതിലൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് വാട്സപ്പിലൊരു വീഡിയോ എടുത്തിട്ട് ആരടുത്തും കൂടെ ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം. മലപ്പുറത്തൊക്കെ ഉള്ള ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ്, യൂട്യൂബ് തോനെയുള്ളത് മലപ്പുറക്കാർക്കൊക്കെയാണ്. ഇങ്ങോട്ട് തെക്കൻ കേരളത്തിൽ കുറവാണ് യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീട്ടിലെ ജീവിതം എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ മാഷാഅല്ലാഹ് അങ്ങനെയൊക്കെ എത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിളിച്ചവരിൽ 1-2 പേര് മാത്രമേ വരാതെ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എൻ്റെ ഉമ്മ വാപ്പ ബന്ധുക്കൾ എല്ലാവരും, വാപ്പ കൂട്ടുകാർ എല്ലാവരും ഒരുപോലെ നിന്നൊരു കൂടപ്പറപ്പിനെ പോലെ ആയാലും എല്ലാ കാര്യത്തിനും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായി. വീടിനൊരു ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് നമ്മളായിട്ട് കളയൂല. തൂത്ത് തുടച്ച് നിസ്കാരവും കാര്യവും എല്ലാം ആയിട്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും. ഇനി ഒരു അടുക്കള സെറ്റാക്കണം. കാരണം അടുപ്പ് സെറ്റായില്ലല്ലോ. ഭയങ്കര ഇത്രയും നാളിൽ അടച്ചിട്ട വീടായതുകൊണ്ട് പട്ടിശല്യമുണ്ട്. വെയിൽ അവിടെയൊക്കെ എങ്ങനെ കാലാവസ്ഥ? രാവിലെ മഞ്ഞും ഉച്ചയ്ക്ക് കഠിനമായി. ഇപ്പം തന്നെ മണി 1 സംതിങ് ആയി. നല്ല കാട് വലുതായിട്ടില്ല, പുല്ലൊക്കെ കരിഞ്ഞൊക്കെ തുടങ്ങി. ഇവിടെയൊക്കെ വിഷം അടിച്ച് കരിപ്പിച്ചതാണ് ഈ പുല്ലൊക്കെ. പിന്നെ ഇനി അടുത്ത മാസം തൊട്ട് വാടക കൊടുക്കണ്ട, അതിന് സമാധാനം. പിന്നെ വീടൊക്കെ തൂത്ത് തുടച്ച് നീറ്റാക്കി ഇട്ട് എന്തെങ്കിലും ഇപ്പം ഈ ഇതിലാകുമ്പോൾ ഒരു ഇത്തിക്കൂടെയൊക്കെ കഴിയുമ്പോൾ പാല് കുറഞ്ഞു കൊടുക്കുമ്പോൾ വെട്ട് നിർത്തും. അപ്പോൾ ഒരു സ്ഥിരം പണിക്ക് പോകണം. പിന്നെ എൻ്റെ വീടിനടുത്ത് കിഡ്നി രണ്ടും നഷ്ടപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തിന് ഒരു ആഴ്ചയിൽ 2 ഡയാലിസാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് ഡയാലിസ് ഫ്രീ ആണ്, പക്ഷേ അതിനുള്ള മെഡിസിൻ പാടാണ്. 3 സെൻറ്റിൽ ഒരു ഉൾപ്രദേശത്തൊരു വീടാണ്, നടവഴിയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വീട് ചോർച്ചയാണ്. അപ്പോൾ ഒരാൾ പണക്കാർ കണ്ട് വീടിൻ്റെ മണ്ട ഷീറ്റ് അടിച്ചു കൊടുത്ത്, അതായത് ഓടും ഷീറ്റും കൂടെ ആസ്പെറ്റാസും കൂടെ ഇരുന്ന്. അപ്പോൾ വ്യാഴാഴ്ച അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ മരുന്ന് 2000 രൂപയുണ്ട്, ഡയാലിസ് ഫ്രീയും ആട്ടോ കൂലി 300. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സഹായിക്കാം, ഞാൻ വീഡിയോ ചെയ്യും. അവരെ ഗൂഗിൾ പേ നമ്പർ, അവരെ മോള് ആണ് കൂടെ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, ഉമ്മ ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ 2 പേരെ അവസ്ഥ, ഈ ഒരു മോളെ ഒരു ചെറിയ വരുമാനത്തിലാണ് അവിടെ കഴിഞ്ഞു പോണത്. എന്തെങ്കിലും ഒരു വിഹിതം അതിന് അവർക്ക് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് 1 മാസത്തെ മരുന്നിനുള്ള പൈസ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ച്. ആരെങ്കിലും തരുന്ന പൈസയെന്ന്, അല്ലാതെ എനിക്ക് ഈ മാസത്തെ ശമ്പളം കുറവാണ്. കാരണം വെട്ടധികം കിട്ടിയില്ല. ഒരു ദിവസം 400 രൂപ ഇതിനാണ്. അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ 2 കിഡ്നി ഇതായപ്പം നമ്മൾക്ക് നാളെ അവസ്ഥ എന്താണ് പടച്ചോനെന്നറിയില്ല. നമുക്ക് അവരെ വീഡിയോയും എല്ലാം ഞാൻ എടുത്തിടുന്നുണ്ട്. അവരെ അക്കൗണ്ട് നമ്പർ വെക്കും. ആർക്കെങ്കിലും അങ്ങനെ സഹായിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. 50 രൂപ ചലഞ്ച് ഇട്ടാലും അവർക്ക് കൊടുക്കാം. പക്ഷേ അങ്ങനെയല്ല, അവരെ അക്കൗണ്ടിൽ ഇടണം. കാരണം എൻ്റെ സർവർ ഇഷ്യൂ ആയി കഴിഞ്ഞാലില്ല, ഫുഡ് കൊടുക്കണേ. പിന്നെ അതിൻ്റെ കാര്യം ചോദിച്ചാൽ അത്
ഇൻഷാ അല്ലാഹ് ഇനി തീർന്നിട്ടേ കൊടുക്കുന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ അവർക്ക് ഭർത്താവുള്ളതാണ്, അദ്ദേഹം ജോലിക്ക് പോകില്ല, പിന്നെ ഈ കുട്ടികളെ കാര്യം അധോഗതിയാവും. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കൊടുക്കാമെന്ന് പ്ലാനിട്ട് ഫുഡ് തിരക്കിയിട്ട് എന്തൊക്കെയാണെന്ന് അതുപോലെ അനുഭവിക്കുന്ന ആർക്കെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ട് മനസ്സിലാക്കുന്നവർക്ക് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് വീടായി, ഇനി കുറച്ച് കടബാധ്യതയുണ്ട്, അതും കൂടെ തീർത്താൽ എല്ലാം റാഹത്തായി അൽഹംദുലില്ലാ. ആ കടബാധ്യതയൊക്കെ ഇൻഷാ അല്ലാഹ് എനിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഏണിങ്സ് കിട്ടാറായില്ല. എന്തോ ഒരു വിളിച്ചിട്ട് പോണ്, ക്യാമ്പ് എന്തേരം കണ്ണിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ വേറെ മക്കളൊക്കെ ഭയങ്കര സന്തോഷം, മസ്റുമോളൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ മക്കൾക്ക് ഇവിടെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു സുരക്ഷിതത്വം ഉണ്ട്. കാരണം ഉമ്മ എന്ത് പറഞ്ഞാലും ഉമ്മായൊക്കെയാണല്ല, വാപ്പായും ആണല്ല, അവരെ പൊന്നു പോലെ നോക്കിയോളും. ചെറുമക്കളല്ലേ, അവർക്ക് വേറെ ഇന്നിപ്പോൾ ഉമ്മ പണിക്ക് ഇറങ്ങിയില്ല, എത്രയും ദിവസമായി പണിക്കൊന്നും പോരുന്നിട്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. വൈകിട്ടത്തെ വീഡിയോ എന്തെങ്കിലും ഇട്ടിട്ട് കാണണം. വൈകിട്ട് പാരിപ്പള്ളി വരെ വീണ്ടും പോകണം. എപ്പോൾ പോയാലും ഞാൻ അമ്മാനെയും കൊണ്ടേ പോകും. കാരണം കുറച്ച് ആക്രി സാധനങ്ങൾ കൊടുക്കാനുണ്ട്. ഞങ്ങൾ ചെന്നിട്ട് കുളിച്ചിട്ട് വേണം ഞാൻ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ. നല്ല ചൂടുണ്ട്. പിന്നെ ഒരുപാട് പേര് കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്, വീട് കണ്ടിട്ട് മാഷാ അല്ലാ അങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഇതുപോലെ തന്നെയായിരിക്കും മുന്നോട്ടും. കാരണം ഒരു മാറ്റം വരുമെങ്കിൽ റബ്ബ് വിധിച്ചാലേ വരുള്ളൂ, അല്ലാതൊന്നും നമുക്കൊരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല. മോൻ്റെ മുറിവൊക്കെ ചെറിയ രീതിയിൽ പുറത്തു തുടങ്ങുന്നുണ്ട്. അതൊക്കെയാണ് സന്തോഷം, എല്ലാം കൊണ്ട് സന്തോഷം അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ മനുഷ്യനല്ലേ, എല്ലാം മറക്കാനും പൊറുക്കാനും ഒക്കെ പാടായിരിക്കും. ഒരുപാട് പേരെൻ്റെ വീഡിയോയൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലെ വീഡിയോ ആണ്. നമുക്ക് ആരെ വീഡിയോ ചെയ്യരുത്, അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ നമുക്ക് പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടം എന്താണ്, നിങ്ങൾക്ക് ശരി എന്താണ് അത് ചെയ്യുക. പിന്നെ നമ്മൾ മക്കളെ എപ്പോഴും കെയർ ചെയ്ത് നിർത്തണം, എന്നാലേ മക്കൾ നമ്മളെ നാളെ നോക്കുകയുള്ളൂ. അവർ ചെറുപ്പകാലത്ത് നമ്മളെ ബാധ്യതയാണ് അവരെ നോക്കുക. വലുതാകുമ്പോൾ അവർ നമ്മളെ നോക്കും, നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെ ബാധ്യത നമ്മൾ നിന്ന് സഹകരിച്ച് തീർത്ത് ഒരു നല്ല വിദ്യാഭ്യാസം, മദ്രസ, സ്കൂള് ഇതൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെ നല്ല ചൂടായതുകൊണ്ട് കുറച്ച് പണി കഴിഞ്ഞപ്പോൾ ഒന്ന് ഇരുന്ന് നിങ്ങളുടെ അടുത്ത് വീഡിയോ ഇട്ടില്ല. അപ്പോൾ വീഡിയോയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പേരെ കോൾ ആരൊക്കെയെന്തോ അന്ന് വിളിച്ച്, ഇന്നലെ വിളിച്ച്, ഇന്ന് വിളിച്ച്, എനിക്ക് എടുക്കാൻ പറ്റിയില്ല കുറേ കോളൊന്നും. കാരണം ഒരു കോളിൽ തന്നെ അടുത്ത കോൾ വരും, ആ കോൾ വിളിക്കുമ്പോൾ അവർ ബിസി ആയിരിക്കും, പിന്നെ അടുത്ത കോൾ വരും. നിങ്ങളെ വിളിക്കുന്നത് എനിക്ക് എല്ലാവരും ഒരു റസിയാത്ത് തന്നെ വിളിക്കും, ഒരുപാട് നേരം സംസാരിക്കും. ആ ഇത്താൻ്റെ കോളൊക്കെ ഒരുപാട്, എല്ലാവരും വിളിക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല. കാരണം എന്ന് വെച്ചാൽ ആരുമില്ലായിരുന്ന ഞാൻ ഇവിടം വരെ എത്തി, എനിക്ക് എല്ലാവരുമായി. ആരും ഇല്ലാന്നൊരു മിസ്സിങ് ഒന്നും എനിക്കിപ്പോൾ ഇല്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ച പാഠം. ഒറ്റയ്ക്കാണെങ്കിലും മക്കൾക്ക് വേണ്ടി നീ ജീവിക്കണം. ഇപ്പോഴും മനസ്സിൽ നിന്ന് മായാത്ത ഒരു കാര്യമുണ്ട്, അതിന് മായൂല. എപ്പോഴും എന്തൊക്കെയോ ഒരു ഫീലിംഗ് ഉണ്ട്, അറിയില്ല. പിന്നെന്തൊക്കെയാ, നിങ്ങൾ സുഖമായിട്ടിരിക്കുകയല്ലേ? പിന്നെ സ്കൂൾ എല്ലാവരും സ്റ്റാറ്റസും വീഡിയോസൊക്കെ കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എവിടെയാണ് എല്ലാവരും കറങ്ങാൻ പോണതാണ്. നമുക്ക് അങ്ങനെയൊന്നുമല്ല, നമ്മൾ നിത്യ വരുമാനത്തിന് വേണ്ടി ഇറങ്ങുന്നവരല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ പച്ചപ്പ് കാണുള്ളൂ. കാരണം ഒരുപാട് ഹോട്ടലിൽ പോയി അങ്ങനെ വീഡിയോ ഒന്നും ഇടാനും, ഞാൻ അധികം മൊബൈൽ പുറത്ത് പോയാൽ എടുക്കും, ചിലപ്പോൾ ഒരു ഷോട്ട് എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കാര്യം. എനിക്ക് എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ഇതാണ് എന്നൊക്കെ എനിക്കൊരു പേടിയാണ്. പിന്നെ അവിടുത്തെ വീട് 2-ാം തീയതി വരെ എനിക്ക് ഒഴിയാം, അത് എല്ലാം വൃത്തിയാക്കി ഒഴിയണമെന്നാണ് ആഗ്രഹം. പിന്നെ ഫുഡൊക്കെ എല്ലാം തികഞ്ഞ് റാത്തായി, ബാക്കിയുണ്ടായിരുന്നു, ഇന്ന് വരെ ഉണ്ടായിരുന്നു. കാരണം ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. എൻ്റെ ബന്ധുക്കൾ അപ്പോൾ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, നീ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നിനക്ക് റബ്ബ് തന്ന അനുഗ്രഹമാണ്, റബ്ബിനെ മുറുകെ പിടിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ്, ദുആയിൽ ഉൾപ്പെടുത്തണം. ഒരുപാട് പേര് പറയുന്നുണ്ട് മോനിക്ക് പഴം, ഇപ്പോഴും പഴമൊന്നും തോനെ മേടിച്ച് വെക്കാൻ പറ്റൂല, കാരണം ചെറിയ പുഴു കയറുന്നുണ്ട്. ഇപ്പോഴും അത്യാവശ്യത്തിനൊക്കെ മേടിച്ച് മക്കൾക്ക് കൊടുക്കണുണ്ട്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് സഹകരണത്തിൽ നിന്ന്, അതൊക്കെ അൽഹംദുലില്ലാ. എന്നാലും മായാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് റബ്ബിൻ്റെ വിധിയാണെന്ന് ക്ഷമിച്ച് സമാധാനത്തിൽ പോവും. ഇത്രയും വർഷം വരെയൊക്കെ ജീവിച്ചില്ലേ, ഇനി അങ്ങോട്ട് മക്കളെ നോക്കി വിധി എന്താണ് അതുപോലെ വരട്ടെ. അപ്പോഴും ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നമ്മളെ ദുആയിൽ ഉൾപ്പെടുത്തണം, നമ്മളും ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തും. യൂട്യൂബ് കൊണ്ടൊരു ഏണിങ്സ് കിട്ടിയാൽ കുറച്ചെൻ്റെ ബാധ്യത, കുറച്ച് ഉമ്മാൻ്റെ കടബാധ്യത ഒന്ന് തീർക്കണം. പിന്നെ രോഗം കൊണ്ടൊക്കെ വലയുന്നവർക്കൊക്കെ വല്ലതും എത്തിച്ചു കൊടുക്കണം, പട്ടിണിക്കാർക്ക് വല്ലതും കൊടുക്കണം.
ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. കടക്കെണിയിലായവരൊക്കെ കുറച്ചൊക്കെ ഒരേ മാസം ഇടവിട്ടൊക്കെ കൊടുക്കണം. ഏണിങ്സ് കിട്ടിത്തുടങ്ങി. അതിന് എന്ത് വേണം? നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇത്രയേ ഉള്ളൂ. അഹങ്കാരിയൊന്നും ഒരിക്കലും ആവില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ. അസ്സലാമു അലൈക്കും.